ഹായ് ഓൾ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് AWSൻ്റെ അകത്ത് കമ്പാരിറ്റീവ്ലി അടുത്ത് റിലീസ് ചെയ്തിരിക്കുന്ന ഒരു ഫീച്ചറിനെ പറ്റിയിട്ടാണ്. എന്ന് പറയുന്നത് കൺസോൾ ടു കോഡ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഫീച്ചറാണ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഒക്ടോബർ 2024 മാത്രമാണ്. റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന സാധനമാണ്. നമുക്ക് ഓൾറെഡി നിങ്ങൾ ഫെമിലിയർ ആണോ എന്നറിയില്ല. നമുക്ക് ആമസോൺ ക്യൂ എന്ന് പറഞ്ഞിട്ട് AWSൻ്റെ തന്നെ ഒരു ജനറേറ്റീവ് AI സപ്പോർട്ട് ഇരിക്കുന്ന സാധനമുണ്ട്. അപ്പം അതെന്ന് പറയുന്നത് നമ്മൾ ChatGPTയിലൊക്കെ ഇരിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം ചോദിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന AWS തന്നെ പ്രൊവൈഡ് ചെയ്ത് തന്നിരിക്കുന്ന ഒരു ജനറേറ്റീവ് AI ടൂളാണ് ആമസോൺ ക്യൂ എന്ന് പറയുന്നത്. ബേസിക്കലി അത് കുറച്ചും കൂടി ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. ഇപ്പോൾ അത് ആമസോൺ ക്യൂ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പം നമ്മൾ ഈ സമയത്ത് AWSൻ്റെ റീഇൻവെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു കുറേ കൂടി ജനറേറ്റീവ് AI സപ്പോർട്ട് ഇരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന റീഇൻവെൻറ്റിൽ AWS അനൗൺസ് ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് അതും കൂടെ കഴിഞ്ഞതിന് ശേഷം ആമസോൺ ക്യൂവിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അതെങ്ങനെ യൂസ് ചെയ്തിട്ട് നമ്മളുടെ AWS ഡെവലപ്മെൻറ്റ് കുറച്ചും കൂടി എളുപ്പമാക്കി മാറ്റിയെടുക്കാം എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ആമസോൺ ക്യൂവിൻ്റെ തന്നെ പാർട്ടായിട്ട് വരുന്ന കൺസോൾ ടു കോഡ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ഫീച്ചറാണ്. അപ്പോൾ നമുക്ക് AWSൻ്റെ അകത്ത് റിസോഴ്സുകളെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. നമ്മളത് മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നതാണ്. ഒന്നാമത്തേന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന മാനേജ്മെൻറ്റ് കൺസോൾ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന വിഷ്വലി ഇരിക്കുന്ന ഒരു GUI ആണ്. രണ്ടാമതെന്ന് പറയുന്നത് നമ്മൾ ഫെമിലിയർ ആയിട്ട് കഴിഞ്ഞിരിക്കുന്ന AWS CLI എന്ന് പറഞ്ഞിട്ടാണ്, കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ആണ്. അപ്പം രണ്ടിൻ്റെയും ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. GUI ആവുന്ന സമയത്ത് നമുക്ക് അത് ഗ്രാഫിക്കലി നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു. CLI ആവുന്ന സമയത്ത് AWSനെ കൺട്രോൾ ചെയ്യുന്നത് കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആക്കി മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റും എന്നുള്ളതായിരുന്നു അല്ലേ. അപ്പോൾ രണ്ടിനും അതിൻ്റേതായ യൂസ് കേസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ CLI പഠിച്ച സമയത്ത് നമ്മൾ ഒരു കാര്യം നോട്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഇനീഷ്യലി CLI കമാൻഡ്സും അതിൻ്റെ ആർഗ്യുമെൻറ്റ്സും എല്ലാം കണ്ടുപിടിക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോരോ പർട്ടിക്കുലർ ആക്ഷനും കറസ്പോണ്ടിങ് ആയിട്ടിരിക്കുന്ന കമാൻഡ് കണ്ടുപിടിക്കണം, അതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് കണ്ടുപിടിക്കണം. അങ്ങനെ ഇനീഷ്യലി ഈ പറഞ്ഞിരിക്കുന്ന CLI ഒന്ന് കോഡ് എഴുതി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു. നമ്മൾ മാനേജ്മെൻറ്റ് കൺസോൾ വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ബുദ്ധിമുട്ട്, ഇനീഷ്യലി എഴുതിക്കുന്ന ഒരു ബുദ്ധിമുട്ട് CLIയുടെ കേസിൽ ഉണ്ടായിരുന്നു. അപ്പം ആ ബുദ്ധിമുട്ട് കുറച്ചും കൂടി ഈസി ആക്കി മാറ്റിക്കാൻ വേണ്ടിയിട്ട് AWS ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഫീച്ചറാണ് കൺസോൾ ടു കോഡ് എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൺസോളിൽ ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ റെക്കോർഡ് ചെയ്തിരിക്കുന്നതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് CLI കമാൻഡ്സും പിന്നെ AWSൻ്റെ തന്നെ CDK എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന വേറൊരു ക്ലൗഡ് ഫോർമേഷൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ റിസോഴ്സുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വേറൊരു വഴിയും കൂടിയുണ്ട്. നമുക്ക് ബേസിക്കലി CDKയിലേക്ക് വരാം. ഈ പറഞ്ഞിരിക്കുന്ന ക്ലൗഡ് ഡെവലപ്മെൻറ്റ് കിറ്റ് എന്ന് പറയുന്ന സാധനം, ഇത് നമ്മൾ കുറച്ചും കൂടെ കോഴ്സ് പോകുന്ന സമയത്ത് നമുക്ക് CDKയിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോവേണ്ട കാര്യമുണ്ട്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന കൺസോൾ ടു കോഡ് എന്ന് പറയുന്നത് ഇതേപോലെ CLI കമാൻഡ്സും ഉണ്ടാക്കാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, CDKൻ്റെ കോഡും ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മൾ ഇവിടെ ചെയ്യുന്ന ആക്ഷനെ നമ്മൾ റെക്കോർഡ് ചെയ്യും. ആ റെക്കോർഡ് ചെയ്ത ആക്ഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, CLI കമാൻഡിലേക്കോ അല്ലെങ്കിൽ CDKയുടെ കോഡിലേക്കോ നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് എന്താണ് ഗുണമൊഴിക്കുന്നത്, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കൺസോളിൻ്റെ അകത്തുനിന്ന് വിഷ്വലി നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യാം. എന്നിട്ട് അതിനെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് CLI കമാൻഡ്സിലോട്ട് നമുക്ക് മാറ്റിയെടുക്കാനും പറ്റും. അപ്പോൾ അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കി നോക്കാം. നമ്മളിപ്പം EC2ൻ്റെ ഡാഷ്ബോർഡിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് റൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 2-3 ബട്ടൺസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. റൈറ്റിൽ ടോപ്പിൽ ആമസോൺ ക്യൂവിൻ്റെ ബട്ടൺ ഉണ്ട്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ജനറേറ്റീവ് AI സപ്പോർട്ട് എന്ന് പറയുന്ന സാധനം. അത് കഴിഞ്ഞിട്ട് റൈറ്റിൽ കൺസോൾ ടു കോഡ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് EBS വോളിയം എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിന് നമുക്ക് CLI ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കി നോക്കാം. അപ്പം ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ട് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ബട്ടൺ ഉണ്ട്. നമ്മൾ EBS വോളിയത്തിൻ്റെ പേജിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് റൈറ്റിലിരിക്കുന്ന വോളിയൂംസ് അടിച്ചിട്ട് അതിനുശേഷം നമുക്ക് സ്റ്റാർട്ട് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പം റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി
നമ്മളുടെ മാനേജ്മെന്റ് കൺസോളിൻ്റെ അകത്ത് നമ്മൾ റിസോഴ്സുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു ആ രീതിയിൽ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അപ്പം ഇവൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസോൾ ടു കോൾ അതെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ചെയ്ത ആക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടിരിക്കുന്ന CLI കമാൻഡ് അവൻ ക്രിയേറ്റ് ചെയ്ത് തരും. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ക്രിയേറ്റ് വോളിയം എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ആക്ഷൻ ചെയ്യാൻ പോവാണ്. ക്രിയേറ്റ് വോളിയം ചെയ്യുന്നു. അപ്പം നമ്മളിവിടെ 8 GB ഇരിക്കുന്ന ഒരു സാധനമാണ് IOPS. ബാക്കിയെല്ലാം നമ്മൾ അതേപടി തന്നെ കൊടുക്കുന്നു, ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. എന്നിട്ട് ക്രിയേറ്റ് വോളിയം അടിക്കുന്നു. ഓക്കെ, ക്രിയേറ്റ് വോളിയം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വോളിയം നമ്മളുടെ സക്സസ്ഫുള്ളി ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ റെക്കോർഡിംഗ് നടന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഏതൊക്കെ ആക്ഷൻസ് ആണ് അവൻ റെക്കോർഡ് ചെയ്തത് എന്നുള്ളത്. അപ്പം ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ചെക്ക് ബോക്സ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം, ഏതൊക്കെ ആക്ഷൻ്റെ CLI കമാൻഡ്സ് ആണ് നമുക്ക് കോപ്പി ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം നമുക്ക് ഇവിടെ CDK ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് പിന്നെ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കോപ്പി CLI എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവൻ ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്ന CLI കമാൻഡ്സ് എല്ലാം അവൻ എടുത്തു തന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്ന CLI കമാൻഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് നോട്ട് പാഡ് എടുത്ത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് നോക്കുന്നു. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ക്രിയേറ്റ് വോളിയം എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന കമാൻഡാണ്. അതിൻ്റെ അകത്ത് ഇന്ന കാര്യങ്ങളെല്ലാം കൊടുത്ത് പാരാമീറ്റേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സാധനത്തിന് IOPS ഇത്, ത്രൂപുട്ട് ഇത് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന പാരാമീറ്റേഴ്സ് ആണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യമെല്ലാം അവൻ ക്രിയേറ്റ് ചെയ്ത് തന്നു. ഓക്കെ, അപ്പം നമുക്ക് ഈ കമാൻഡ് ഒന്ന് നമുക്കൊന്ന് നമ്മളുടെ CLIക്കകത്ത് ഓടിച്ചു നോക്കാം. ഇവിടെ നിന്ന് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുന്നു. കമാൻഡ് പ്രോംപ്റ്റ് എടുത്തതിന് ശേഷം ഓൾറെഡി CLI എല്ലാം ഇതിൽ കോൺഫിഗർഡ് ആണ്. നമ്മൾ പ്രീവിയസ് വീഡിയോയിലെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്സസ് കീയും കാര്യങ്ങളെല്ലാം കോൺഫിഗർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എൻവറോൺമെൻ്റ് ആണ്. അപ്പം ഞാൻ ജസ്റ്റ് അതിൻ്റെ അകത്തേക്ക് ഞാൻ ഈ കമാൻഡ് ഒന്ന് അടിക്കുന്നു, എന്നിട്ട് എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും അത് പ്രോപ്പർലി ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ നമ്മളുടെ കൺസോൾ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിയിലിരിക്കുന്ന ഒരു വോളിയം കൂടി ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇത് വളരെ എളുപ്പത്തിൽ നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് ഇത്രയും കമാൻഡ്സ് നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ടായിരുന്നു. അപ്പം ഓരോന്നിൻ്റെയും ആർഗ്യുമെൻ്റ് ഏതാണ്, ഈ പറഞ്ഞിരിക്കുന്ന CLI കമാൻഡ് ഏതാണ്, ആക്ഷൻ്റെ CLI കമാൻഡ് ഏതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കണ്ടുപിടിക്കേണ്ട സിറ്റുവേഷൻ വരുന്നില്ല. ഇവൻ തന്നെ നമുക്ക് ഗ്രാഫിക്കലി നമ്മൾ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഓരോരോ ആക്ഷൻസും ചെയ്യാം. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള CLIയും നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഇത് ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ഇത് മെച്യൂർ ആയിക്കൊണ്ട് റീസെൻ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സാധനമായതുകൊണ്ട് അത് ഫുള്ളി മെച്യൂർ ആയിട്ടില്ല. അപ്പം ചില ഇഷ്യൂസ് അവിടെ ഇവിടെയൊക്കെ കാണുമായിരിക്കും. പക്ഷേങ്കിൽ ഇത് നമുക്ക് ഭാവിയിലോട്ട് ഫ്യൂച്ചറിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കംപ്ലീറ്റ്ലി നമുക്ക് യൂസബിൾ ആയിട്ടിരിക്കുന്ന എല്ലാ സർവീസിൻ്റെ അകത്തും നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടിരിക്കുന്ന ഒരു സർവീസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പം നിങ്ങളതൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ആമസോൺ ക്യൂ എന്ന് പറയുന്ന സാധനം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇതേപോലുള്ള കുറേ ഫീച്ചേഴ്സ് ആമസോൺ ക്യൂവിൻ്റെ പാർട്ടായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഫ്യൂച്ചറിലിരിക്കുന്ന വീഡിയോസിൻ്റെ അകത്ത് നമുക്കത് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം. അപ്പം ഈ വീഡിയോ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.